ഒരു സാധനം വെച്ചാ വെച്ചിടത്ത് കാണില്ല. നോക്ക്, എല്ലാം വലിച്ചുവാരി ഇട്ടേക്കുവാ. സാധാരണ ഡോക്ടർമാരായാൽ ഇച്ചിരി അടുക്കും ചിട്ടയും ഒക്കെ ഉള്ളതാ. ഇവിടെയോ നേരെ തിരിച്ചും. വലിയ ആറ്റിറ്റ്യൂഡും ജാടയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ തോന്നി വലിയ പുള്ളിയാണെന്ന്. ഒന്നുമില്ല, മുഖം പോലെ തന്നെയാ മുരളൻ. രാവിലെ തന്നെ പെണ്ണിന്റെ നിർത്താതെയുള്ള പുലമ്പൽ കേട്ടാണ് വൈഭവ് കണ്ണു വലിച്ചു തുറന്നു നോക്കിയത്. അപ്പോൾ കണ്ടു ബെഡിന്റെ സൈഡിലുള്ള മേശയിലെ ഡ്രോയിൽ എന്തോ തപ്പുന്നവളെ. മുഖമൊക്കെ വീർപ്പിച്ചു കെട്ടി ഒരു കുന്നു കണക്കെ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് അവളുടെ നോട്ടം ബെഡിൽ കിടക്കുന്നവനിലേക്ക് പാറി. ദാണ്ടെ ഒരു കണ്ണടച്ച് ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു പെണ്ണിനെ. അത് കണ്ട പെണ്ണ് അരിശത്തോടെ ചുണ്ട് നല്ലപോലെ പൊട്ടിക്കാണിച്ചതും ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നേരെ കിടന്നു അവൻ. കാലം കിടന്ന് കിളിക്കുന്നത് കണ്ടില്ലേ? എന്താ എന്ന് ചോദിക്കുവോ? എന്നാടി തപ്പുന്നതെന്ന്? അവന്റെ ചിരിയും കിടപ്പും കണ്ട് പെറുപുറത്തുകൊണ്ട് പരിഭവം പറഞ്ഞു പെണ്ണ്. ഡി ഉണ്ണക്കണ്ണി, നിന്റെ വാച്ച് ആ പില്ലോടെ അടിയിൽ ഉണ്ടടി കോപ്പെ, നോക്ക്. ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ടതും തപ്പ് നിർത്തിയവൾ ഒന്ന് നിന്നു. എന്നിട്ട് ഇടം കണ്ണാലെ അവനെ നോക്കിയതും ചുണ്ടുമടക്കി കുസൃതി ചിരിയാലെ തലയിണ മുക്കി കാണിച്ചു അവൻ. അവിടെ ഉണ്ടായിരുന്നു അവളുടെ പ്രിയപ്പെട്ട വാച്ച്. അത് കണ്ടതും അവളുടെ മുഖത്ത് ഒരു ചമ്മൽ നിഴലിച്ചു. എപ്പോഴും കിടക്കാൻ നേരം ചിലപ്പോൾ കയ്യിലെ വാച്ച് ഊരാൻ മറക്കും. എന്നിട്ട് കിടന്നു കഴിഞ്ഞ് അത് ഊരി തലയിണയുടെ അടിയിൽ വെക്കും. ഇതാണ് പതിവ്. ഒരു താങ്ക്സ് പറയുന്നോ? വാച്ച് എടുത്ത് കയ്യിൽ കിടന്നവളെ നോക്കി കുറുമ്പോടെ ചോദിച്ചു. താങ്ക്സ് ഒന്നുമില്ല, വേണേൽ പകരത്തിന് ഒരു കാര്യം പറയാം. മണി 8 കഴിഞ്ഞ് 9ലേക്ക് ഓടി കയറിയിട്ടുണ്ട്. ഇപ്പൊ എഴുന്നേറ്റ് 10 മണിക്ക് വെച്ചേക്കുന്ന ഓപ്പറേഷന് സമയത്ത് ചെല്ലാം വൈഫവ് ഡോക്ടർക്ക്. കൈകൾ കെട്ടി നിന്ന് അവനെ നോക്കി ചിരിയോടെ അവൾ പറഞ്ഞതും ഓ ഷിറ്റ് എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് ചെക്കൻ. വെപ്രാളത്തോടെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടുന്നവനെ കാണെ അവൾക്ക് ചിരി പൊട്ടി. ഡി, നിന്ന് എളിച്ചോണ്ട് നിൽക്കാതെ പോയി കോഫി എടുത്തോണ്ട് വാടി. ഓടുന്ന വഴിയിൽ തിരിഞ്ഞ് നിന്നൊത്തിരി ദേഷ്യത്തിൽ അവൻ പറഞ്ഞതും അയ്യടാ, ആജ്ഞാപിക്കുന്നോ? മര്യാദയ്ക്ക് പറ, എന്നാ തരാം കോഫി. പെണ്ണിൽ കുറുമ്പ് കയറി. ഓക്കെ, എന്റെ വാടക ഭാര്യയെ, പ്ലീസ് ഐ നീഡ് എ കോഫി. ക്യാൻ യു ഗെറ്റ് മീ ഓൺ? മതിയോ? അവൻ ദേഷ്യം അടക്കി പിടിച്ച് ചോദിച്ചത് ധാരാളം. അവൾ കണ്ണിറക്കി കളിയോടെ പറഞ്ഞു. എന്നിട്ട് റൂമിൽ നിന്നിറങ്ങി താഴേക്ക് ഓടി. ഉണ്ട കണ്ണി, നിനക്കിട്ട് തരാടി. ഓടുന്ന പെണ്ണിനെ നോക്കിയ അവന്റെ ചുണ്ടുകൾ ചിരിയോടെ പറഞ്ഞു. അവളുടെ കിലുക്കാൻപെട്ടി പോലുള്ള ചിരി അവന്റെ കാതിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് വൈഫ് കണ്ണുകൾ ആഞ്ഞു തുറന്നു. ചുറ്റും നോക്കി. ഇല്ല, മുറിയിൽ വേറാരുമില്ല. ശിവയില്ല. കണ്ടത് ഓർമ്മയാണ്. അതെ, ശിവാമി വൈഭവിന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന സ്വപ്നമായി തുടങ്ങിയിരിക്കുന്നു. അവൻ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു. ആ ശൂന്യതയിലേക്ക് കണ്ണോടിച്ചു. പെണ്ണിന്റെ ചിരി പോയിട്ട് അവളുടെ കുറുമ്പ് പോലും ഇപ്പോൾ അന്യമായിരിക്കുന്നു. അവൻ ക്ലോക്കിലേക്ക് നോക്കി. 12 മണി ആവാറായി. ലേറ്റായി. സാധാരണ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനായി എന്തേലും പറഞ്ഞുകൊണ്ട് തോണ്ടി പിടിക്കാൻ വന്നേനെ. പറയാതെ അറിയാതെയും അവളും ചെയ്തു തന്ന കെയറിങ്ങും മറ്റും വൈഭവ് ഓർത്തെടുത്തു. അവളെ താൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞു. ഓരോ നിമിഷവും. അവൻ മുട്ടിനുമേൽ കൈവച്ചു തലയ്ക്ക് താങ്ങിയിരുന്നു. വിച്ചു. പെട്ടെന്ന് കഥകിൽ ഒരു തട്ടിനൊപ്പം അനുയുടെ വെളിയിൽ വന്നു. ആ ഏട്ടാ, കയറിപ്പോര്, വൈഭവ് മുഷിപ്പോടെ പറഞ്ഞു. ആ, നീ എഴുന്നേക്കുന്നതേ ഉള്ളോ? ഞാനും ഇപ്പോഴെടാ എഴുന്നേറ്റേ. ഇന്നലത്തെ ക്ഷീണം ചെറുതല്ലായിരുന്നല്ലോ, ഉറങ്ങിപ്പോയി. അകത്തേക്ക് വന്ന് ബെഡിലേക്ക് വന്നിരുന്ന് അനി പറഞ്ഞതും വൈഭവ് ഒന്ന് മൂളിക്കൊടുത്തു. ഇന്നലെ രാത്രിയിൽ ഗോഡൌണിന് തീ പിടിച്ചത് അറിഞ്ഞ് വൈഭവും അനിയും പോയിരുന്നു. മഹേന്ദ്രനൊപ്പം പിന്നെ വെളുപ്പിനെയാണ് മൂവരും തിരികെ വന്നത്. ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ എന്താ പറയുന്നേ? ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ അവരുടെ നിഗമനം? അതിനകത്ത് തീ പടരാൻ വേറെ ഒരു വഴിയുമില്ലല്ലോ. ഗോഡൌണിന്റെ ഉള്ളിലുള്ള പവർ ഗ്രില്ലിൽ നിന്നാണ് ഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഷോർട്ട് സർക്യൂട്ട് തന്നെയാകാം. അനി ചോദിച്ചതിന് മറുപടി നൽകി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വൈഭവ്. എന്താണേലും 19 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ചെറിയച്ഛന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടാ? എന്ത് വിഷമം? ഇതിൽ നഷ്ടപ്പെട്ടത് വേറെ ഏതെങ്കിലും ബിസിനസ് നെറിയേട് കാണിച്ച് അങ്ങനെ ലാഭിക്കും. കട്ടും മുടിച്ചുമൊക്കെ ഉണ്ടാക്കിയതല്ലേ ഏട്ടാ. കുറെ ഇങ്ങനെ പോട്ടെ. പുച്ഛത്തോടെ വൈഭവ് പറഞ്ഞത് ഈ ചെക്കൻ നന്നാവില്ല എന്ന പോലൊരു നോട്ടം അനി അവനെ നോക്കി. നീ ഫ്രഷായിട്ട് താഴെ വാ, ഊണ കഴിക്കുക. ഊണോ? ഐ നീഡ് എ കോഫി. ഏട്ടൻ താഴേക്ക് പോകുമ്പോൾ ആ ശിവയോട് ഇങ്ങ് കയറി വരാൻ പറ. പെണ്ണിനെ കാണാനുള്ള ആഗ്രഹത്തിൽ അവൻ അനിയോട് പറഞ്ഞു. അതിന് അവൾ, ശിവ ഇവിടെ ഇല്ലല്ലോ. ഇല്ലെന്നോ? അവൾ എവിടെ? ശിവ ഇന്ന് തൊട്ടല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നേ. അവൾ രാവിലെ പോയി. പോയെന്നോ? ആരോട് ചോദിച്ചിട്ട്? ഞാൻ ഇവിടെ ഇല്ലേ? എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ അവൾ പോവാൻ? ഉരഞ്ഞു കയറിയ കോപത്തോടെ അവനലറി. വിച്ചു, കാം ഡൗൺ. മണി ഉച്ച ആയില്ലേടാ. അത്രയും നേരം നിന്നെ നോക്കി നിൽക്കാൻ പറ്റുമോ അവൾക്ക്? പിന്നെ ഇന്നലെ എല്ലാരോടും പറഞ്ഞതല്ലേ ശിവ ഇന്നു മുതൽ ഹോസ്പിറ്റലിൽ പോകുമെന്ന്? പിന്നെന്താ? എല്ലാരോടും പറഞ്ഞു, എന്നോട് പറഞ്ഞില്ലല്ലോ. അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തോളാം. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് വൈഭവ് ബാത്റൂമിൽ കയറി കതക് ആഞ്ഞടിച്ചു. ഇവൻ ഇനി അവിടെ പോയി എന്തൊപ്പിക്കുവോ? തലയാട്ടി നിരാശയോടെ പറഞ്ഞു അനി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുറി വിട്ടിറങ്ങി. കൊച്ചു പയ്യനാണെന്നാ വിചാരം. കൂടുതൽ എന്തേലും പറ്റിയിരുന്നെങ്കിലോ?
കുമിളിച്ചു പൊട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതെങ്ങനെയാ? ബോധം വേണം. കൈയും പൊള്ളിച്ചു വന്നേക്കുന്നത് കണ്ടിട്ടില്ലേ? കെട്ടിച്ചു വിട്ട ഒരു മകളുള്ളവനാ. പുള്ളിയെ കയ്യിൽ മരുന്ന് വയ്ക്കുന്നതിനോടൊപ്പം ജാനുഅമ്മ നല്ല രീതിയിൽ ശകാരവർഷം വിടുന്നുണ്ട് സേതുവിന് നേരെ. ഒരു ചിരിയോടെ അതെല്ലാം കേട്ടിരിക്കുവാണ് സേതു. ഇനി കൈ അനക്കിയേക്കരുത്. ഊണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം. കൈ ഉണങ്ങും വരെ കാറ് കൊണ്ട് പോകരുത്, പറഞ്ഞേക്കാം. പോയാൽ അപ്പോൾ ഞാൻ പുന്നാര മോളെ വിളിച്ച് പറയും കേട്ടോ. സേതുവിനെ ഒന്നുകൂടെ ഇരുത്തി നോക്കി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ജാനുഅമ്മ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അവരങ്ങ് പോയതും സേതു കണ്ടു കൈകൾ പിണച്ചു കെട്ടി വാതിൽപ്പടിയിൽ നിൽക്കുന്നവളെ. നീ ഇതപ്പോ വന്നു? സേതു ചിരിയോടെ ചോദിച്ചതും ദേഷ്യത്തോടെ അവനെ നോക്കി അകത്തേക്ക് കയറി മുറിയുടെ വാതിലടച്ചു അനിത. എന്താ സേതു നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നീ എന്താ പറയുന്നേ? നിന്റെ കൈ എങ്ങനെയാ പൊള്ളിയത്? അത് വണ്ടിയുടെ എഞ്ചിൻ ചൂടായപ്പോ അത് ശരിയാക്കുന്നതിനിടെ പൊള്ളിയതാ, പിക്കലോടെ പറഞ്ഞു. സേതു അനിതയിൽ നിന്ന് മുഖം വെട്ടിച്ചു. എന്തിനാടാ എന്നോട് കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുന്നേ? ഇന്നലെ രാത്രി മംഗലത്ത് ഗോഡൌണിന് തീ പിടിച്ചു. അത് ചെയ്തത് നീയാണെന്ന് പറഞ്ഞില്ലേലും എനിക്കറിയാം. ഒരു പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് അനിത സേതുവിന്റെ മുന്നിലുള്ള കസേരയിലേക്ക് ഇരുന്നു. സേതു ഒന്നും മിണ്ടാതെ താഴേക്ക് മുഖം കുനിച്ചിരുന്നു. നിന്റെ ഉള്ളിൽ എരിയുന്ന കനൽ എനിക്കറിയാം സേതു. പക്ഷേ ഒന്ന് ചോദിക്കട്ടെ, ആ കുടുംബത്തോട് ഇത്രയും പകയുണ്ടെങ്കിൽ നിന്റെ മക്കളെ എന്തിനാ അങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടത്? അവരുടെ ജീവിതം നശിപ്പിക്കാനോ? അനിതേ! അനിത അത് ചോദിച്ചു തീർന്നതും സേതു അവൾക്ക് നേരെ ഒന്നലറി. എന്റെ മക്കളുടെ ജീവനും ജീവിതവും മറ്റാരെക്കാളും നന്നായി നോക്കാൻ എനിക്കറിയാം അച്ഛൻ എന്ന നിലയിൽ. അവരെ കൈപിടിച്ചു കൊടുത്തവർ അവരെ നോക്കിക്കൊള്ളും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് ആ കുടുംബത്തോടെ ഉള്ള എന്റെ പക തീരില്ലടി. നീ പറഞ്ഞില്ലേ എന്റെ ഉള്ളിലെ കനൽ, അത് വെറുമൊരു തീയല്ലടി. ഒന്നുമില്ലാത്തവൻ എന്നും പറഞ്ഞ് മാണിക്യമംഗലത്തുകാർ പച്ചയ്ക്ക് കത്തിച്ച ദാസന്റെ ജീവന ആ കനല എന്നിൽ ഇപ്പോഴും കത്തുന്നേ. ആ തീ അണയണമെങ്കിൽ അവർ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതൊക്കെ എന്റെ കൺമുന്നിൽ ഇല്ലാതാവണം. അത് ഇനിയും ചെയ്യും സേതു. മുന്നിലിരിക്കുന്നവൾക്ക് നേരെ അരിശത്തോടെ പറഞ്ഞു ചാടി എണീറ്റു സേതു. നീ ചെയ്യുന്നതൊക്കെ ശിവയോ വൈഫോ അറിയുമ്പോഴുള്ള അവസ്ഥ നീ ആലോചിച്ചോ സേതു? പെട്ടെന്ന് അനിത പിന്നിൽ നിന്ന് അത് ചോദിച്ചതും സേതു ഒന്ന് നിർത്തി. വൈഭവ് എല്ലാം അറിഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവനെല്ലാം അറിയുമെന്ന എന്റെ മനസ്സ് പറയുന്നേ. പക്ഷേ എന്റെ മോള്, ഇത്രയും നാൾ അവൾ ഒരിക്കലെല്ലാം അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് പേടിയാ. സേതു അത് പറഞ്ഞതും അനിത എഴുന്നേറ്റ് അവന്റെ അഭിമുഖം നിന്നു. എനിക്ക് പേടിയാ. അവൾക്കിപ്പോൾ ആ വീടും അവിടെയുള്ളവരും പ്രിയപ്പെട്ടവരാകുന്നുണ്ട്. പക്ഷേ എല്ലാം അറിയുന്ന നിമിഷം മാണിക്യമംഗലത്തുകാരെ ചുട്ടരിക്കാനുള്ള പക എന്റെ മോൾക്ക് വരും. സേതു പറഞ്ഞതും അനിതയുടെ കണ്ണുകൾ ഞെട്ടലോടെ അയാളെ നോക്കി. ശരിയാണ്, അച്ഛനല്ല വളർത്തച്ഛന് പിറന്നവളാണ് ശിവാമി. തന്റെ ജന്മരഹസ്യവും തന്റെ മാതാപിതാക്കൾക്ക് സംഭവിച്ചതുമൊക്കെ അറിയുന്ന നിമിഷം വലിയൊരു പൊട്ടിത്തെറി തന്നെ പ്രതീക്ഷിക്കാം. അന്ന് ആരൊക്കെ വേദനിക്കുമെന്ന് ഓർത്ത് അനിതയുടെ നെഞ്ച് ഇപ്പോഴേ വല്ലാതെ മിടിച്ചു. അവളെല്ലാം അറിയും മുന്നേ എനിക്ക് തീർക്കണമല്ല. എന്നിട്ട് വേണം എന്റെ ദാസിന് വേണ്ട അന്ത്യകർമ്മങ്ങൾ എനിക്ക് ചെയ്യാം. അപ്പോഴേ അവന്റെ ആത്മാവിന് ശാന്തി കിട്ടും. അനിതയെ നോക്കി അത്രയും കൂടി പറഞ്ഞിട്ട് സേതു വെട്ടിത്തിരിഞ്ഞ് റൂമിൽ നിന്നിറങ്ങിപ്പോയി. അനിത കൈ തലയിൽ വെച്ച് കസേരയിലേക്ക് ഇരുന്നു. ശിവയെ കാണാൻ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തി. പാഞ്ഞു ചെന്ന് ഓഫീസ് റൂം തുറന്നതും അകം കാലിയായിരുന്നു. അത് കാണെ വൈഭവിന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. വൈഭവ് ഡോക്ടർ ശിവാമി മാഡത്തിനെയാണോ തിരക്കുന്നത്? പെട്ടെന്ന് അഡ്മിൻ സെക്ഷനിലെ സ്റ്റാഫായ മായ ചോദിച്ചതും അവനൊന്ന് മൂളി. മാഡം ഹരി ഡോക്ടർക്കൊപ്പം പുറത്തേക്ക് പോയി. പുറത്തോ? എവിടേക്ക്? അതറിയില്ല സാർ. ഉച്ചവരെ ശിവാമി മാം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാണ് മാം ഹരി ഡോക്ടർക്കൊപ്പം പോയത്. ഹരി ഡോക്ടർ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ലീവും പറഞ്ഞിട്ടുണ്ട്. മായ പറഞ്ഞതും കേട്ട വൈഭവിന്റെ പൂച്ച കണ്ണുകൾ എരിയാൻ തുടങ്ങി. അവൻ ദേഷ്യത്തോടെ ഫോൺ എടുത്ത് ശിവയുടെ നമ്പർ ഡയൽ ചെയ്തതും അത് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടത് നിലതെറ്റിയവൻ രോഷത്തോടെ കയ്യിലെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. ലഞ്ചിന് വിളിച്ചപ്പോൾ മാഡം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഡോക്ടറെ പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇങ്ങനെ മാഡം എന്ന് വിളിക്കല്ലേ. ശിവാമി, അത് മതി. ഹരി മറഞ്ഞതിനെ തിരുത്തിക്കൊണ്ട് ശിവ പറഞ്ഞു ഹരിക്കൊപ്പം ലഞ്ചിന് പോയിട്ട് തിരികെ അയാളുടെ കാറിൽ വരികയായിരുന്നു ഇരുവരും. ആക്ച്വലി ഞാനൊരു റിലീഫ് നോക്കി ഇരിക്കുമ്പോഴായിരുന്നു ഡോക്ടർ വിളിച്ചത്. പെട്ടെന്ന് ആ പൊസിഷനിൽ കയറിയപ്പോഴുള്ള ഫയലും കാര്യങ്ങളും ഒക്കെ കണ്ട് ആകെ വട്ടുപിടിച്ചിരിക്കുമായിരുന്നു ഞാൻ. ശിവ പറഞ്ഞതും ഹരി പുഞ്ചിരിയോടെ അത് കേട്ടിരുന്നു. ശിവയെ നോക്കിയത് കൊണ്ട് റോഡിൽ നിന്ന് ഹരിയുടെ കണ്ണൊന്ന് തെറ്റി. പെട്ടെന്ന് മുൻപിലേക്ക് നോക്കിയവൻ കാർ സഡൻ ബ്രേക്കിട്ട് ആഞ്ഞു നിർത്തി. ശിവയും ഹരിയും മുന്നിലേക്ക് ആഞ്ഞുപോയി. അവൾ മുൻപിലേക്ക് നോക്കിയതും അവരുടെ കാറിന് മുന്നിൽ കൊണ്ടു നിർത്തിയ ബ്ലാക്ക് മെഴ്സിഡസ് കണ്ടു. അതിൽ നിന്നിറങ്ങിയവനെ കണ്ടതും ശിവയുടെ മിഴികൾ ഞെട്ടലോടെ വിടർന്നു. ഡോക്ടർ. ശിവയുടെ ചുണ്ടുകൾ ചലിച്ചു. ഹരിയും ഞെട്ടലോടെ ഇരിക്കുവാണ്. കാറിനടുത്തേക്ക് വന്നവൻ അടുത്ത നിമിഷം ശിവ ഇരിക്കുന്ന സൈഡിലെ ഡോർ വലിച്ചു തുറന്ന് അവളെ പുറത്തേക്ക് ഇറങ്ങി. ഇതെന്തായി കാണിക്കുന്നേ? ശിവ അവനോട് ചോദിച്ചു മുഴുവിപ്പിക്കും മുന്നേ അവളെ പൊക്കിയെടുത്ത് തോളിലേക്ക് ഇട്ടിരുന്നു വൈഭവ്. ശിവ വാ തുറന്ന് ഒന്ന് ഏങ്ങി. ഹരി ഡോക്ടർ ആണെങ്കിൽ കണ്ണും മിഴിച്ച് ഒരേ ഇരിപ്പാണ്. വിട്, എന്നെ വിട്ടേ. ശിവ വൈഭവിന്റെ തോളിൽ പിച്ചിയും കുതിറയും കിടന്നു പറഞ്ഞു.
അവൻ അതൊന്നും മൈൻഡ് ആക്കാതെ പെണ്ണിനെ കാറിന്റെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അതിലേക്കിട്ടു. എന്നിട്ട് അവനും കയറി. കാർ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടെടുത്തു. ഡോ, കാർ നിർത്തിക്കേ. എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ താൻ ആരാ? കാർ നിർത്താൻ പറഞ്ഞില്ലേ? ശിവ വൈഭവിന് നേരെ അലറിയതും വൈഭവ് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി വണ്ടി കത്തിച്ചു വിട്ടു. അവന്റെ പോക്ക് കണ്ട് ദേഷ്യം വന്ന ശിവ ഡോർ തുറക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി. വെറുതെ നിന്റെ സ്ട്രെങ്ത് കളയണ്ട പെണ്ണേ. ഈ കാർ എവിടെ നിർത്തണമെന്നും നീ ഇനി എവിടെ ഇറങ്ങണമെന്നും ഈ വൈഭവ് തീരുമാനിക്കും. ചുണ്ടിൽ വിരിഞ്ഞ വിജയച്ചിരിയോടെ അടുത്തിരിക്കുന്നവളോടായി അവൻ പറഞ്ഞതും കത്തുന്ന കണ്ണുകളോടെ ശിവ അവനെ നോക്കി. ഹരിയുമായി എന്തിനാ പോയേ? സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വൈഭവ് ചോദിച്ചതും ശിവ ദേഷ്യത്തോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചിരുന്നു. ആൻസർ മീ, അവളെ നോക്കി ഉച്ചത്തിൽ ഷൗട്ട് ചെയ്തു അവൻ. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ദേഷ്യം ഒട്ടും കുറയ്ക്കാതെ തന്നെ കടുപ്പത്തിൽ അവൾ പറഞ്ഞതും അരിശം വന്ന വൈഭവ് കാറിന്റെ സ്പീഡ് വീണ്ടും കൂട്ടി. ഒരു ലക്കുമില്ലാതെ പായുന്ന അവനെ കണ്ട ശിവയ്ക്ക് പേടി വന്നു. മുന്നിലൂടെയോ സൈഡിലൂടെയോ വരുന്ന വാഹനങ്ങളെ നോക്കാതെ പായുകയാണ് കാർ. വൈഭവ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ് ദി കാർ. റോഡിലേക്ക് നോക്കി ശിവ പേടിയോടെ പറഞ്ഞു. എന്നാൽ ചുണ്ടിന്റെ കോണിൽ വിരിഞ്ഞ് പുച്ഛച്ചിരിയോടെ അവൻ നിയന്ത്രണമില്ലാതെ ആ വണ്ടി മുന്നോട്ട് പായി. പലപ്പോഴായി മുന്നേ പോകുന്ന വണ്ടിയെയും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെയും അവൻ കാറിടിക്കാൻ ആഞ്ഞു. ഡോക്ടർ, ശിവ ഉച്ചത്തിൽ അവനെ നോക്കി അലറി. എനിക്ക് ഇഷ്ടമായില്ലെന്ന് അറിഞ്ഞിട്ടും അവനൊപ്പം നീ എന്തിനാ പോയത്? പറ. റിയലി? വൈഭവ് വർമ്മയുടെ ട്രോഫി വൈഫായ എനിക്ക് ഒരാൾക്കൊപ്പം പോവാൻ നിങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കണ്ട പെണ്ണുങ്ങൾക്കൊപ്പം പോകാമെങ്കിൽ എനിക്കുമാകാം അതൊക്കെ. ഹരി ഡോക്ടർ വിളിച്ചാൽ ഇനിയും ഞാൻ പോകും. അവന്റെ ദേഷ്യത്തിനൊപ്പം ഒട്ടും താഴത്തില്ല എന്ന പോലെ വാശിയിൽ ശിവ പറഞ്ഞതും വൈഭവിന്റെ ഇരുപാദങ്ങൾ ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി. വലിയൊരു പുക സൃഷ്ടിച്ചുകൊണ്ട് ആ കാർ വഴിയോരം ചേർന്ന് നിന്നു. ശിവ സീറ്റിലേക്ക് ആഞ്ഞുപോയി. നീ എന്താ പറഞ്ഞേ? അവന്റെ കടുത്ത സ്വരം ഉയർന്നതും ശിവ ഒന്ന് ഉമിനീരിറക്കി. അടുത്ത നിമിഷം വൈഭവ് അവളുടെ കൈമുട്ടിന് മുകളിലായി പിടിച്ചു പെണ്ണിനെ വലിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു. ഏങ്ങിപ്പോയവൾ അവന്റെ മുഖത്തിനു മുന്നേ തൊട്ടില്ല എന്ന പോലെ ചെന്നിരുന്നു. യു ആർ മൈൻ ശിവാമി. നാവ് കൊണ്ട് പറയാൻ പോയിട്ട് ഒരു നോട്ടം കൊണ്ട് പോലും നീ മറ്റൊരുവന് അവകാശപ്പെടില്ല. യു അണ്ടർസ്റ്റാൻഡ്? കത്തി കയറുന്ന ദേഷ്യത്തിൽ അവൻ പറഞ്ഞതും അവന്റെ ചുടുനിശ്വാസം അവളുടെ ചുണ്ടുവരകൾ വരെ തട്ടിപ്പോയതും ശിവ അറിഞ്ഞു. അത്രയും അടുത്തു നിന്ന് പറയുന്നവന്റെ അധികാര വാക്കുകൾ അവളുടെ ഹൃദയതാളം തെറ്റിച്ചു. ക്രമാതീതമായി പിടയ്ക്കുന്ന അവളുടെ നെഞ്ചിപ്പ് വെളിയിൽ വരും പോലെ തോന്നി അവൾക്ക്. നിങ്ങളുടേത് എന്ന് പറയുമ്പോൾ ഒരു കടലാസിൽ തീരുന്നതാണ്. ഒരു പേപ്പർ കഷ്ണത്തിന്റെ വിലയെ ഞാൻ അതിന് കൊടുക്കുന്നുള്ളൂ. സോ ലെറ്റ്സ് മീ ഗോ. പതറാതെ അവന്റെ പൂച്ചക്കണ്ണുകളിൽ നോക്കി വീറോടെ പറഞ്ഞുകൊണ്ട് അവൾ വാശിയോടെ വൈഭവിനെ തന്നിൽ നിന്ന് തള്ളി മാറ്റി കാർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ടെമ്പർ തെറ്റിയ വൈഭവും അവൾക്കൊപ്പം പുറകെ ഇറങ്ങി. ശിവാമി, ഒരു പേപ്പർ കഷ്ണത്തിൽ അങ്ങനെ എഴുതി ചേർത്ത വെറുമൊരു പേര് മാത്രമല്ല ശിവാമി വൈഭവ് എന്നത് എനിക്ക്. നീ എന്നെ അറിയും മുന്നേ, നീ എന്നെ കാണും മുന്നേ തന്നെ നീ എൻ്റെ ആണെന്ന് ഉറപ്പിച്ചവനാണടി ഞാൻ. അതൊന്ന് ഊട്ടി ഉറപ്പിച്ചിട്ടാ നിന്റെ മുന്നിൽ ഞാൻ വന്നത് തന്നെ. അറിയോ നിനക്ക്? വൈഭവിന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം ഉച്ചത്തിൽ അവൾക്ക് നേരെ ഉയർന്നതും വാശിയോടെ അവിടെ നിന്ന് നടന്നു തുടങ്ങി ആ പെണ്ണ് പിടിച്ചു കെട്ടിയ പോലെ നിന്നു. കണ്ണുകൾ വിടർന്നു. ഉള്ളിലെ പടപടപ്പ് ശിവയുടെ ഒരളവിൽ കൂടി മിടിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞേ? വിടർന്ന കണ്ണുകളാലെ വിശ്വാസം വരാതെ അവനെ നേരെ തിരിഞ്ഞു നിന്ന് ശിവ ചോദിച്ചു. എന്റേത് എന്ന് എന്റെ ഉള്ളു തൊട്ടതൊന്നും ഇന്നേ വരെ കൈവിട്ട് കളഞ്ഞിട്ടില്ല വൈഭവ്. അത് സൗപർണിക എന്ന കെട്ടിടമായാലും ശിവാമി സേതുമാധവൻ എന്ന എന്റെ പെണ്ണായാലും കൂടെ വേണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെയാ, എന്റെ മാത്രം. നീ പ്രണയമെന്ന് വിളിച്ചോ. എനിക്കത് എന്റെ ഉള്ളിൽ തുടിക്കുന്ന മിടിപ്പിന്റെ മറ്റൊരു പേരാ. അതാണ് ഈ വൈഭവിന് ശിവാമി. മനസ്സിലായോടി പുല്ലേ? കടുപ്പം നിറഞ്ഞ മുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ വൈഭവ് അവളോട് അലറി. ഞോ ഞോ ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ജയിക്കാൻ എന്തും പറയുന്നവനാ നിങ്ങൾ. എനിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ വെറുതെ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയതാ ഇത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. വൈഭവ് പറഞ്ഞു തീർന്നതും കേട്ടത് വിശ്വസിക്കാനാകാതെ ശിവ അവന് നേരെ പുലമ്പി. അപ്പോൾ അത്രയും നേരം പിടിച്ചു വെച്ച മെഴുനീർ ശിവയുടെ കവളുകളെ നനയിച്ചു താഴേക്ക് ഇറങ്ങിയിരുന്നു. മുന്നിൽ നിൽക്കുന്നവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. പക്ഷേ ദേഷ്യത്തിനപ്പുറം മറ്റെന്തോ ഭാവം. ചുമന്നു കലങ്ങിയ കണ്ണുകളിൽ മെഴുനീർ പൊടിഞ്ഞിട്ടുണ്ട്. കണ്ട നാൾ മുതൽ ഇന്നോളം ഈ ഒരുവനിൽ കാണാത്ത ഭാവം. എങ്കിൽ അവന്റെ വാക്കുകളെ വിശ്വസിക്കാൻ മാത്രം ശിവയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അടുത്ത നിമിഷം അവൾക്ക് മുന്നിലേക്ക് വന്നവൻ ശിവയുടെ അരയിലൂടെ പിടിച്ചു അവളെ തന്റെ നെഞ്ചിലേക്ക് ഇട്ടു. കണ്ണുമിഴിച്ച് അന്താളിച്ചു പോയ പെണ്ണ് എന്തേലും പറയാൻ തുടങ്ങും മുന്നേ അവളുടെ ചുണ്ടുകളെ അവൻ തന്റേതാക്കി കോർത്തിരുന്നു.